ഗായ്സ് നമ്മളിപ്പോൾ നടക്കുന്നത് അത്രയ്ക്ക് ഡേഞ്ചർ ആയിട്ടുള്ള റൂട്ട് കൂടെയാണ് ഗായ്സ്. മൊത്തത്തിൽ സീനായിക്കണോ. കല്ല് പറഞ്ഞത് വലിയ കല്ല് വരിക, അത്ര വലുപ്പമുള്ള കല്ലൊക്കെ വരിക മേലെ. എൻ്റെ മോനെ വിഷയം പെട്ടു. അമിഗോസ് കൊമേസ്ഥാൻ. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ടാബോയിലാണ്. ടാബോയിൽ നിന്ന് നമ്മൾ കാസയിലോട്ട് പോവാണ്. കാസക്ക് എത്തൂല. കാസക്ക് ഇവിടുന്ന് 46 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ പോണ വഴി 2 ദിവസം വെച്ച് കാസക്ക് എത്തുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് ഫുഡ് തേടിക്കൊണ്ടുള്ള നടത്തമാണ് ഗൈസ്. ഗൈസ് നമ്മളെ എന്താ പറയുക, നമ്മളെ ഹോട്ടലിൽ അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചില്ല. ഒരു പറഞ്ഞു 10-25 മിനിറ്റ് ആവും ഫുഡാവാൻ, 2 മണിക്കൂറോളം ആവും എന്ന് പറഞ്ഞു. അപ്പോൾ പോണ വഴിക്കലൊക്കെ ഹോട്ടലുണ്ടാവില്ല വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിക്കാതെ നമ്മൾ നടന്നു. പോണ വഴിക്കൽ ഒന്നും തുറന്നിട്ടില്ല. ആ വെട്ടി എന്താണ് ജലദോഷം പിടിച്ചിട്ട് നടക്കാനും കഴിഞ്ഞില്ല. മൊത്തത്തിലാകെ ക്ഷീണിച്ചു. 1 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ തന്നെ വയ്യാണ്ടായി. ജലദോഷം പിടിച്ചതാണ്. ബോഡി ഒന്നായിട്ട് വീക്കോ, പനിയൊക്കെ ആയതുകൊണ്ട് ബോഡി ഒന്നായിട്ട് വീക്കോ. ഗൈസ് നടന്ന അവസാനം നമുക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടി. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കണം. അയ്യോ നല്ലോണം ക്ഷീണിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം. നമ്മൾ കോൺഫ്ലേക്സും പിന്നെ കോൺഫ്ലേക്സ് വിത്ത് മിൽക്ക് ആൻഡ് പേർക്ക് എഗ് സാൻഡ്വിച്ചും പറഞ്ഞു. അങ്ങനെ കോൺഫ്ലേക്സും പാലും വന്ന് യെസ് കഴിക്കട്ടെ. ഗൈസ് നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിച്ചിട്ട് ബീബി പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പൈസ വേണ്ടെന്ന് പറഞ്ഞു. ഗൈസ് ഒരു താത്തയും കാക്കി നമ്മളെന്നിട്ട് ഹലോ വിളിച്ചോ. അവരമാർക്ക് പോകുന്ന ആൾക്കാരാണ് നമ്മൾ എഴുതിക്കണോന്നാവട്ടെ. എനിക്കറിയില്ല എന്തിനാന്ന് നമുക്കറിയില്ല, ആരും അറിയില്ല. എന്താ ചോദിക്കുന്നുണ്ട്. गाड़ी में जाना लिफ्ट गाड़ी नहीं पैदल से पैदल इधर से चितकुल तक श्रीनगर. कौन उधर नहीं आएगा. നമ്മളെന്താ കച്ചവടക്കാരെ വിചാരിച്ചാ ബാഗൊക്കെ കേട്ടിട്ട്. കച്ചവടക്കാരെ ഞാൻ ചോടന്നിട്ട ഹലോ കച്ചവടം പറഞ്ഞാൽ എന്റെ സൈഡിലൊക്കെ പാത്രം ഇരിക്കണൊക്കെ. അതാണ് പാത്രം മുട്ടിക്കേറ്റാ പോകേണ്ടത്. എന്തായാലും കേസ് നമുക്ക് നടക്കാം. ഇതാണ് പോകുന്ന റൂട്ട്. ഇവിടെ നിന്നിട്ട് ഇനി മല കയറാനുണ്ട്, ഇറങ്ങാനുണ്ട്. ഗൈസ് ഇവിടെ കാണാൻ മല നോക്കി ഒരു പാലസിൻ്റെ ഒക്കെ ആകൃതിയിൽ ഇങ്ങനെയുള്ള ഒരു കോട്ടൊക്കെ പോലത്തെ ഒരു ആകൃതിയിൽ മല ഗൈസ്. അതിൻ്റെ പുറത്ത് നദി ഉണ്ടോ, കുത്തി ഒലിച്ച് പോകുന്ന നദിയാണ് ഇത്. കാസയിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണിത്, മഞ്ഞൊരുക്കിക്കാണ്ട് വരുന്ന വെള്ളമാണിത്. എൻ്റെ മോനെ വിഷയം ഗൈസ്. നമ്മളങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണേ. നല്ലോണം ക്ഷീണിക്കുന്നുണ്ട്, പെട്ടെന്ന് ദാഹിക്കുന്നുണ്ട്. വെള്ളം കുടിക്കും നടക്കും. അങ്ങനെയാണ് നമ്മളെ ഇപ്പോഴത്തെ കണ്ടീഷൻ. യെസ് നോക്കൂ വാല് വാട്ടിങ്ങനെ വരുന്നുണ്ട്. പൊന്നാര ചങ്ങായ നമുക്കൊരു തിന്നാവൊന്നും ഇല്ല ഇവിടെ. ചിന്ന കടിച്ചോന്നാവും ഇനി തിന്നാൻ കിട്ടാതാ കാര്യത്തിൽ പറയണം. അവിടെ ഒരാൾ വരും ചങ്ങായിൻ്റെ അടുത്ത് ബിസ്ക്കറ്റ് ഉണ്ട്, എൻ്റെ അടുത്ത് ഒന്നുമില്ല. ഓക്കെ ഇതൊക്കെ അവിടെ നീ ഇവിടെ ഇരുന്നോ. ആ ചങ്ങായത് നടന്ന് വരുന്നോ. മൂപ്പരടുത്ത് ബിസ്ക്കറ്റ് ഉണ്ട്, ചോദിച്ച് മേടിച്ചോണ്ടേ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ട്, ബദാമൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് ബദാമുണ്ട്, പക്ഷെ അത് തോട് വലിച്ചാത്താണ്. എനിക്ക് തന്നിട്ട് കാര്യമില്ല, നമ്മളെന്നെ കുത്തി പൊളിച്ചുണ്ടാക്കണം കേട്ടാ. മൂപ്പരത് വരുന്നു, മൂപ്പരോട് ചോദിച്ചാൽ കേട്ടോ. ഓക്കെ ബൈ. അവിടെ ഇരുന്നാൽ മതി. വരത്ത് ഐ വരല്ല മോനെ. എടാ എൻ്റെ അടുത്ത് തരാമൊന്നുമില്ല ഇജിൻ്റെ വെയ്ത്തിൽ വന്നിട്ട്. ഗായ്സ് ആ മുമ്പ് പോണ വണ്ടി ഉണ്ടാ, അത് നമുക്ക് ബിസ്ക്കറ്റ് തന്നു. ഞാൻ നായ്ക്ക് എന്തേ കൊടുക്കാൻ പറ്റും, എന്തേണ്ടോ ചോദിച്ചു. അത് മുമ്പ് ഇങ്ങോട്ട് ചോദിച്ചു എന്തേ ഫുഡ് എന്തോ വേണോ ചോദിച്ചു. വേറെ നായ്ക്ക് എന്തേ കൊടുക്കാണ്ട് ചോദിച്ചു. കുറേ നേരം എൻ്റെ വെയ്ത്തിൽ നടക്കണോ. ഇവിടെ നമ്മളാ പോണ വണ്ടിക്കാരോട് അവർ കുറേ ചോദിച്ചു ഇങ്ങനെ പാനി ബിസ്ക്കറ്റ് എന്തേ വേണോ ചോദിച്ചു. അപ്പോൾ നായ്ക്ക് എന്തേ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ കൊടുത്തു. ഒരു ഇത് വന്നു, ഐഡാൻസിക്ക് വന്നു. അപ്പോൾ നായ്ക്ക് കൊടുക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ വെയ്ത്തിൽ കൂടി കുറേ നേരമായി നമ്മളെ വെയ്ത്തിൽ നടക്കണോ. ഒന്നെങ്കിൽ നമ്മളെ തിന്നാൻ കൊടുത്തതിന് നന്ദി കാണിക്കായിരിക്കും, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും. നമ്മുടെ അടുത്തൊന്നുമില്ല. എന്താ പറയുക,
ഒരു തന്നില്ല, കാറുകാർ തന്നിൽ 3/4 ഓൻ തന്നെ തിന്നു. 3/4 95% ഓൻ തന്നെ തിന്നു. ഞാനാ 3 ബിസ്ക്കറ്റ് പോകും, ഒരു 2 ബിസ്ക്കറ്റ് തിന്നിട്ടോ, ബാക്കിയൊക്കെ ചക്ക തിന്നു. ഇനി എന്ത് കിട്ടുക വെച്ചിട്ട് ഇങ്ങനെ നടക്കുമെന്നാണ്. ഇവിടെ ആണ് ഒരു കട ഒന്നുമില്ല, അല്ലെങ്കിൽ എന്ത് മെയിൻ കൊടുക്കേന്. ഗൈസ് നമ്മളേതോ പണ്ടത്തെ ഏതോ വില്ലേജ് പോലത്തെ ഒരു വില്ലേജിൽ എത്തിക്കണോ. ഇവിടെ ഇതാ നമ്മുടെ പശു. അസ്സലാമലൈക്കും. മറ്റു ചങ്ങായ മുമ്പ് പോണു. ഞാൻ ടയർമ മൂത്രയിച്ചു. ചങ്ങായിക്ക് ഓരോ സ്റ്റോപ്പിലും മൂത്രയിക്കല പണി. അപ്പോൾ 8-12 പ്രാവശ്യമെങ്കിലും മൂത്രയിച്ചിട്ടുണ്ടാവും. സംബന്ധം വെച്ചാൽ തിരിച്ചു വരാനുള്ള പ്ലാൻ ഉണ്ട് പതകരം. ഇത് കണ്ട് ഗൈസ്, ട്രാക്ടറിൽ മണ്ണ് നിറക്കുന്ന കാഴ്ച. ചെറിയൊരു വില്ലേജ് എന്ന് പറയാൻ മാത്രമല്ല, ആകെ 2-3 പേരാളൊക്കെ ഉള്ളൂ ഇവിടെ. ഇവിടെ അങ്ങനെ ട്രാക്ടറിലേക്ക് മണ്ണ് വാരി എറിയുന്നു. അയ്യോ കഴിഞ്ഞു. നല്ല തെളിഞ്ഞ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. മുഖമൊക്കെ ഒന്ന് കഴിക്കാല് ഫ്രഷ്നെസ് വരും. ഇത് കുമ്പിടലാണ് ബുദ്ധിമുട്ട്. കുമ്പിട്ടായപ്പോൾ കൂടി ആട് പോകും. ഒരു ബിസ്ക്കറ്റ് ഒന്നും വലിയ കാര്യമായിട്ടാ, കുറച്ചൊക്കെ തിന്നും ചെയ്തു. അതുകൊണ്ട് പൈപ്പൊന്ന് റെഡി ആയി. പണ്ട് നമ്മളവിടെ ഒക്കെ ഉണ്ടായ സാധനം ഇപ്പോൾ അവിടെ ഒന്നും നമുക്ക് കാണാൻ തന്നെ കിട്ടില്ല. വെള്ളം അടിച്ചു വെക്കാം. അയ്യോ ആ വള തരുന്നതാ. അങ്ങനെ സെറ്റപ്പ് ഒന്നാവും അല്ലേ, സീനാണ്. ചോയ വെള്ള എന്നാ എടുത്തോളി. എന്നാ വേണ്ട പോവാം. വേറെ വീട്ടിൽ നിന്ന് നടക്കാം. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് പോ വില്ലേജിലാണ്. നിപ്പോ മോനെ ദിനേശ പോ POH. ഇവിടെ നോക്കൂ, പാടം കാണുന്നു. ഈ മഞ്ഞപ്പൂവല്ല രസം കേട്ടോ. നല്ല ചാണകത്തിന് സ്മെല്ല്. വാവ് നൈസ്. ഇതാക്കുന്നു പശുക്കൾ. ഏതാ ജീവിതമല്ലേ ഈ കർഷകരുടെ ജീവിതം എന്ന് പറയുന്നത്. ഭയങ്കര രസമുള്ള ജീവിതം അല്ലേ. അങ്ങനെ ഭയങ്കര രസമുള്ള വെച്ചാൽ ഓർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലൊരു സ്ഥലത്ത് ചെറിയൊരു വീട്, ഒരു 4-5 പോത്ത്, പശു, ആട്, കോഴി ഫാം, ചെറിയൊരു ഫാം ഉണ്ടാക്കുക. ആൻഡ് ഇതേപോലെ നെൽകൃഷിത്തോട്ടങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല രസകരം. പക്ഷേ അത് മാത്രമായിട്ട് ജീവിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. നമ്മൾ പാസീവ് ഇൻകം വെച്ചിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഒരു കാർഷിക സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസകരല്ലേ. ഈസി ജീവിതം. ഇതുപോലെ ഒരു ഗ്രാമത്തിൽ വണ്ടർഫുൾ. ആൻഡ് സമയം ഇപ്പോൾ 12 മണിയായി. നമ്മൾ എത്ര കിലോമീറ്റർ നടന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. നമുക്ക് നടക്കാം. യെസ് ഗൈസ്, നിങ്ങൾക്ക് ആ മലമേലൊരു ഇത് കാണണ്ടറിയില്ല, ഒരു കൂർത്ത സാധനങ്ങളുണ്ട് ഗൈസ്. ദറ്റ് ഈസ് മൊണാസ്ട്രി ആണത്. കണ്ടോ അവിടെയൊക്കെ കൊയങ്ങി. എൻ്റെ റോഡ് നോക്കിയാണെങ്കിൽ പരന്ന റോഡ്, അങ്ങനെ വണ്ടികളൊന്നും ഇല്ലാത്ത ശാന്തമായ അന്തരീക്ഷം. അങ്ങോട്ട് നീണ്ട് കിടക്കണ റോഡ്. എൻ്റെ മോനെ വിഷയം. തിന്നാനും ഒന്നുമില്ല, കുടിക്കാനാണെങ്കിൽ ഒരു ബോട്ടിൽ വാട്ടറുണ്ട്, അതിപ്പോൾ കഴിയാനും ആയി. അവിടെ 2 കടകൾ കാണുന്നുണ്ട്, അത് ഓപ്പണാണോ അതും അറിയില്ല. ഇങ്ങനെയല്ലേ നടന്നു നോക്കാം. ഇവിടെ ടിബറ്റൻ ഫ്ലാഗുകൾ കെട്ടിയിരിക്കുന്നു. എല്ലായിടത്തും ടിബറ്റൻ ഫ്ലാഗ് ഉണ്ടാവും, ഇതേപോലെ അങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഗൈസ്, ഇവിടെ നമുക്ക് പ്രാന്തയും മാഗിയും ഉണ്ട്. പ്രാന്ത മീൻസ് പൊറോട്ട, പക്ഷേ റൊട്ടി പോലത്തൊരു സാധനം. മാഗിയുണ്ട്, നമുക്ക് മാഗി എന്നാ വിചാരിച്ചു. അയ്യോ കൊയങ്ങേ നോക്കിയാണ് മല. അതിൻ്റെ മേലെ ശരിക്കും നല്ല മഞ്ഞ് നിൽക്കേണ്ടതാണ്, പക്ഷേ ചൂട് കാരണം ഒക്കെ ഒലിച്ച് വെക്കണം മഞ്ഞൊക്കെ. ഹായ് ഹായ് ബെറ്റി, ഓക്കേ നല്ല രസമുള്ള കുട്ടിയല്ലേ. ഇരിക്കട്ടെ ഗൈസ്. ഇവിടെ ഒരു ദീദിയുടെ കടയിൽ കയറി. ഇവർ
സംഭവം തന്നെ കേട്ടോ. അവർ നോക്കി ഇവിടെ ഒരാൾ മനസ്സിലാത്ത സ്ഥലമാണ്. കടയും കാര്യങ്ങളൊന്നുമില്ല. എങ്ങോട്ട് ഇവരെ വിൽക്കണത് വേണ്ട. ചായക്ക് 20 റുപ്യ, എല്ലായിടത്തും 30 റുപ്യ, കട്ടൻ ചായക്ക് 20 റുപ്യ, ഇവിടെ 15 റുപ്യ. പിന്നെ ആലു പൊറോട്ട 80 റുപ്യ 70 റുപ്യാണ്, ഇവിടെ 50 റുപ്യ. ഓംപ്ലേറ്റ് 40 റുപ്യ, ഇവിടെ 20 റുപ്യ. ഓംപ്ലേറ്റ് കുത്തി മാഗിക്ക് 70 റുപ്യ. നമ്മളന്ന് കാസർഗോഡ് വാങ്ങിയത് 70 റുപ്യ. അതും ആളും മനസ്സിനും കടക്ക് ഇഷ്ടം പോലുള്ള സ്ഥലത്ത് നിന്ന്. ഇവിടെ കണ്ട ഇവർക്കാണെങ്കിൽ 100 റുപ്യക്ക് വരെ മാഗി വിൽക്കാൻ പറ്റും, പ്ലെയിൻ മാഗി. കാരണം ഇവിടെ വേറെ കടകളും കാര്യങ്ങളൊന്നും ഇല്ല, തിന്നാൻ കിട്ടുകയും ചെയ്യും. കാരണം ഇത് കാസേ പോണ റൂട്ടാണ്, ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ പോണ റൂട്ടാണ്. കാരണം ഇവിടെ ചെറിയ കുട്ടി നോക്കണോ. ഹായ് ഹായ് ബോലോ, ഹായ് ബോലോ. രസമുണ്ട് ഇവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കര രസമാണ്. ഇങ്ങനെ തണുപ്പൊക്കെ അടിച്ചിട്ട് ചോന്ത് കാണ്ട് നല്ല രസം കാണാൻ. ഞാൻ ഇവനോട് വെച്ച് സുറൂർ എനിക്ക് ചായ വേണം വെച്ചിട്ട്, എനിക്ക് ചായ വേണ്ട ഒരു മാംഗോ ജ്യൂസ് മതി പറഞ്ഞിട്ട് മറ്റാള് മാംഗോ ജ്യൂസ് എടുക്കാൻ പോയിക്കണോ എടുക്കാറിയോ ഇതിമത്തെ കിട്ടോ ദീദി ചിത്തറിഞ്ഞി. ചിത്തറല്ല, അത് ഭഗവാൻക്ക് വെച്ചാണ് ഇല്ലേ, ഭഗവാൻക്ക് വെച്ചാണ് അടുത്ത് കുടിക്കരുത് എന്നിട്ട് ഇവിടുന്ന് വേറെ ഫ്രൂട്ടി എടുത്ത് കൊടുത്ത്. എനിക്ക് ഭഗവാന്റെ സാധനമാണല്ലോടാ. ഡിസ്പ്ലേ ഒക്കെ അവിടെ ഫോട്ടോ ശ്രദ്ധിച്ചില്ല. കുട്ടിക്കൊരു ജ്യൂസ് ഞാൻ കൊടുത്തു. അവളിപ്പോ അമ്മേന്റെ കട എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ അതിനായിട്ടുള്ള കച്ചവടം നടക്കുന്നില്ല. കുടിച്ചാട്ടാ കൊണ്ട് വിൽക്കാനല്ല. ഞാൻ ഉമ്മാക്ക് കൊടുക്കും, നമ്മൾ 30 റുപ്യ കൊടുക്കേണ്ടി വരും. ബിസിനസ്, ദിസ് ഈസ് ബിസിനസ്. ഉമ്മ അത് അവിടെ തന്നെ വെക്കും. അയ്യോ ഗായ്സ്, അന്തരീക്ഷത്തിന്റെ മട്ടും ഭാഗം മാറുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മഴ പെയ്യുണ്ട് ഗായ്സ്, ചെറുങ്ങനെ തുള്ളി പറ്റണ്ടേ. നല്ല പൊടിക്കാറ്റ്. നമ്മൾ വെട്ടു ഭാഗ്യത്തിന് ഇവിടെ ചായ അടിച്ചാ ഇരുന്നത്. അങ്ങനെ നടക്കണമെങ്കിൽ പിന്നെ നമുക്ക് കയറിക്കാൻ പോലും ഒരു സ്ഥലം ഉണ്ടാവില്ല. ഇതിനുള്ളിലായതുകൊണ്ട് സേഫാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. മഴ കൂടാൻ തുടങ്ങി. യോ പെട്ട് ഇനി പോവലുണ്ടാവില്ല. നല്ലോണം കാറ്റ്, പൊടിക്കാറ്റ്, പിന്നെ മഴത്തുള്ളി ഇത് കൂടി, പവർ കൂടി. അപ്പോൾ മഴ പെയ്യും ഗൈസ്. ഭയങ്കര കാറ്റാണ് ഇവിടെ. നല്ല കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. ഇനി പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. മഴ ഇപ്പോൾ ബൈക്കിൽ വെച്ച് പെയ്യോ അതും അറിയില്ല. ഇത് പെയ്താലെന്ന് അറിയാം. നമ്മുടെ അടുത്ത് ഒരു കുട ഉണ്ട്, രണ്ടാളെയും കൊള്ളണ ഒറ്റൊരു കുട. പക്ഷെ അടുത്തിട്ടും കാര്യമില്ല, കാരണം കാറ്റ് പറഞ്ഞാൽ അമ്മതിരി കാറ്റാണ്. അപ്പോൾ പാറിപ്പോവും, കുട പാറിപ്പോവും. വലിയ കുത്തര മലകളാണ്. അപ്പോൾ ഒരു മഴ പെയ്താൽ തന്നെ എല്ലാം പാടി ഒലിച്ചു വരും. ഒന്നാമത് ഈ മണ്ണല്ലേ, പെട്ടെന്ന് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും ഇവിടേക്ക്. റോഡൊക്കെ ബ്ലോക്ക് ആവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനിയിപ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ പതുക്കെ വെച്ച് മഴ ചെയ്താൽ പെടും. അതുകൊണ്ട് എന്തിപ്പോൾ ചെയ്യാമെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മൾ ഇവിടെ വിട്ട് പോവുകയാണ്. അപ്പോൾ ഏകദേശമൊക്കെ ഞാൻ പറഞ്ഞതാണ് ഗൈസ്. ദീദി നമുക്ക് ആപ്രിക്കോട്ടിൻ്റെ ഇതൊക്കെ തന്നു. താങ്ക് യു, ബൈ ബൈ. എന്തേ ഞങ്ങളുടെ പോലെന്നോ? ആ ഓക്കെ, താങ്ക് യു. ആപ്രിക്കോട്ടിൻ്റെ പാക്കറ്റ് തന്നു നമുക്ക് ഗൈസ്. നമ്മളങ്ങനെ പോവാണ്. കണ്ട നീണ്ടൊരു വഴി ട്രാവൽ. ലഞ്ച് വേണമെന്ന് ചോദിച്ചു ഗൈസ്. നമ്മൾ ഫുഡ് കഴിച്ച് വന്ന തുടങ്ങിയതാണ്. അയ്യോ ഇതാ നീണ്ട റോഡ്, അപ്പുറത്തിപ്പുറത്തൊക്കെ പാറക്കല്ലുകളും ഒഴിഞ്ഞ പ്രദേശങ്ങളും. ഇടിവെട്ടുന്ന ശബ്ദം കേൾക്കാം. വർത്താനം പറയാനാണ് ഞാൻ ജലദോഷം പിടിച്ചിട്ട്. ബ്രീത്തിങ് പ്രോബ്ലം. യെസ് ഗൈസ്, നടക്കട്ടെ ഗൈസ്. ഇവിടെ എന്ത് സംഭവം മനസ്സിലുണ്ട്? പിൻവാലി നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ടത്. ഇവിടെ നാലിപ്പാട്, ഹിമാലയൻ ഹൈബിക്സ്, ബ്ലൂ സ്ലീപ്പ്, എന്താ ഒക്കെ സാധനം പറഞ്ഞത്. സ്നോലിപ്പാട് കഴിഞ്ഞിട്ട് മുകളിലത്തെ എന്താണ് ടിബറ്റൻ വോൾഫ്. എന്ത് ടിബറ്റൻ വോൾഫ്. ഞാൻ അടുത്ത് പോയിട്ട് അജി വായിച്ചിക്കണേ. ആ ഹിമാലയൻ ഐബക്സ്, ബ്ലൂ ഷീപ്പ്. ഞാൻ എപ്പോഴാണ് കണ്ടത്? കണ്ണ് കാണണം, അതാണ്. വല്ല കണ്ണടയൊക്കെ വെച്ചാൽ കണ്ണടല്ല വെച്ചാൽ ലുക്കാന്നാ വിചാരം. ഗായ്സ് പെട്ട് ഗായ്സ്. മഴ പെയ്യുന്നുണ്ട്, ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ട്.
നമുക്കാണെങ്കിൽ കയറി നിൽക്കാനൊരു സ്ഥലമല്ല, മൊത്തത്തിൽ പെട്ടു. ഇതണ്ട അവിടെ നിന്ന് പോയി ഇവിടെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് കയറി നിൽക്കാൻ സ്ഥലമേ. നമ്മൾ ചാടിച്ചോടത്ത് നിന്ന് കുറച്ച് പോകുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. ബാക്കിയുള്ള റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ് പോവാണെങ്കിൽ കയറിയും ചെയ്യും, ബസ്സും പോകണില്ല. ബാഗിന്റെ വാട്ടർ പ്രൂഫ് റെയിൻ കവർ ഉണ്ട്, ബാഗ് ഇടണം, അത് ബാഗിന്റെ അകത്ത്. റെയിൻ ജാക്കറ്റ് ഉണ്ട്, അത് ബാഗിന്റെ അകത്ത്. എടുക്കണമെങ്കിൽ ഇവിടുന്ന് എല്ലാ സാധനം പുറത്ത് വെക്കണം. അങ്ങനെ മൊത്തത്തിലൊക്കെ പണി നിൽക്കണം ഗൈസ്. ഗൈസ് വേണ്ട കൊട എടുത്തൊരു കാര്യമില്ല, ആവതിയാത്ത കമ്പിയും കൊടക്ക്. അതെ, ഇതൊരു കാറ്റടിച്ചപ്പോൾ മാറി പോകും കൊട. അയ്യോ, എന്നാലും നമ്മുടെ ബാഗൊക്കെ നിങ്ങളിങ്ങനെ പിടിച്ചിരിക്കാം. അതെ, അല്ലെങ്കിൽ അയ്യോ എന്തായാലും എന്തോ വരുന്നുണ്ട് ഗൈസ്. മിക്കവാറും കയറും, അല്ലാതെ അവിടെ പെട്ടുപോകും. ഇവിടെ ടെൻ്റ് അടിച്ചാലും പറ്റില്ല. ടെൻ്റ് അടിച്ചാൽ തന്നെ വെള്ളമോ അല്ലെങ്കിൽ തിന്നാനൊന്നുമില്ല നമ്മളെ ബൈക്കിൽ. പെട്ടുപോകും. ലോറിയാണ് ഗൈസ്. ഇവിടെ ഇങ്ങനെ ടെൻ്റ് അടിക്കുക ഈ മൃഗങ്ങളെ ഇറങ്ങുന്ന സ്ഥലത്ത്. അതിന് ഗൈസ് ഈ മലകൾ നിൽക്കണോക്കി എന്തല്ലേ കൂർത്ത് നിൽക്കുന്ന ഇങ്ങനെ. ഇത് നിൽക്കുന്ന ചിലപ്പോൾ മൊണാസ്ട്രി ആവാൻ ചാൻസ് ഉണ്ട്. അവിടെ കണ്ട ബോർഡും ഇങ്ങനെ ഒരു സമ്പത്തിന് ചിത്രം കൊടുത്തിട്ട് മൊണാസ്ട്രി എന്ന് കൊടുത്തിന്. നമ്മൾ ഇതേപോലെ സംഭവം അവിടെ കണ്ടിനു. ഇനി അതിൻ്റെ സെയിം സാധനമാണോ അറിയില്ല. ഞാൻ ഗൈസ് മഴ എപ്പോഴും ചെറുതായിട്ട് പാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു രക്ഷയുമില്ല. വണ്ടിയാണെങ്കിൽ ആരും എന്താ പറയുക, വണ്ടി പോണത് തന്നെ കാറും ഇതൊക്കെയാണുള്ളത്. പിക്കപ്പൊന്നും അങ്ങനെ പോണില്ല. പോണവർ നിർത്തണമില്ല, നമ്മളെ കൈ കാണിച്ചിട്ടുമില്ല, അവിടെ നിർത്തണമില്ല. ഇത് നോക്കിയാണെങ്കിൽ എൻ്റെ വിഷയം. അവിടെ ചെറിയ ഗുഹ ഇതുണ്ട്, അങ്ങനെ കൂർത്ത വലിയ വലിയ സാധനങ്ങൾ. സീനായി സംഭവം. കിടില ഫ്രെയിമാണ്, പക്ഷെ ഇടിഞ്ഞ് പൊളിഞ്ഞാടിയാ തീർന്നു. അടിയിക്കത്ത് നേരെ വേണ്ട അതൊക്കെ ഉണ്ടാ ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞാടുന്ന കുറേയൊക്കെ വേണ്ട. വെള്ളം ഒലിച്ചൊലിച്ച് ഇങ്ങനെ ഇതിങ്ങനെ ഉള്ളിക്കുള്ളിക്കുള്ളി ഇങ്ങനെ വന്നു. ഇതൊക്കെ ഇവിടെയൊക്കെ പൊളിഞ്ഞാടി പോകും ഒരു കാലം. ഗൈസ് നമുക്ക് വളരെ റൂട്ടാണ് കാണുന്നത്. ഇതിൻ്റെ മേലേക്ക് എനിക്ക് കയറണം. വേറെ മഴയും പെയ്യുണ്ട്. അത് പെട്ട അവസ്ഥയാണ് ഗൈസ്. പെട്ട അവസ്ഥയല്ല, പെട്ടു. നമുക്കൊരു രക്ഷയില്ല. ഇനി മഴ കൊണ്ടിങ്ങനെ നടക്കേണ്ടി വരും. ഇതിപ്പോൾ റെയിൻകോട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ഇവിടെ വെക്കാനും പറ്റില്ല, ഫുൾ ചളിയാണ്. അങ്ങനെ മൊത്തത്തിലായ ഒരു കഥ. തണുപ്പ് കൂടി വരികയാണ്, കൈയൊക്കെ മരവിക്കാൻ തുടങ്ങി. എൻ്റെ മോനെ വിഷയം. സ്ഥലം നോക്കിയാണെങ്കിൽ കിടില സ്ഥലം കേട്ടോ, തിരക്ക് നൈസാണ്. പക്ഷെ മഴ പെയ്തിട്ടെങ്കിൽ സീനില്ല. ഈ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിരുന്നു. മഴ കൂടി ഉണ്ടാവേണ്ടാണ് വിഷയം, അതാണ് വേറൊരു വിഷയം. അങ്ങനെ മൊത്തത്തിൽ സബ്ജക്റ്റാണ്, മീൻസ് വിഷയങ്ങളാണ്. ഗൈസ് നമ്മളിപ്പോൾ നടക്കുന്നത് അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ള റൂട്ടിൽ കൂടെയാണ്. കാരണം എന്താ വെച്ചാൽ നോക്കി, ഇവിടെ ഇതിങ്ങനെ ഓരോന്ന് കല്ലിങ്ങനെ വീണോണ്ടിരിക്കണം. ചെറിയ കല്ലുകളിങ്ങനെ ഈ മലൻ്റെ മേലെ ഇങ്ങനെ വീണോണ്ടിരിക്കണം. മഴ ഇങ്ങനെ ചെറുതായി പെയ്യുന്ന കാരണം. അത് മാത്രമല്ല ഈ നേരെ വന്നു കഴിഞ്ഞാൽ എല്ലപാട് വന്നു കഴിഞ്ഞാൽ നമ്മളോടൊക്കെ ഇങ്ങനെയാണ് പോവും. പിന്നെ നദിക്കൊക്കെ അവസാനിക്കുക. വൺ ഡേഞ്ചറാണ്. കല്ലിങ്ങനെ ചെറുതായിട്ട് വീകണുണ്ടേ. ഞാൻ കാണിച്ചു തരാം. എന്താ പറയുക, ചെറിയ കല്ലുകളൊക്കെ ആ സൈഡിൽ നിന്നൊക്കെ കുറേ വീണേ. ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തത്, ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ വേണിച്ച് വീഡിയോ എടുത്തത്. ഇൻസ്റ്റയിലുണ്ട് സാധനം, യൂട്യൂബ് ഇപ്പോൾ കാണുന്നില്ല. എന്തായാലും ഇവിടെ നിൽക്കണ അത്ര സേഫല്ല മക്കളെ, സേഫല്ല. പെട്ടെന്ന് പോകണ്ട നല്ലത്. സ്ഥലങ്ങൾ നല്ല അടിപൊളി സ്ഥലമാണ്, പക്ഷേ മഴ വീണുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. പുഴയൊക്കെ നോക്കി നല്ല കുറ്റി ഒലിച്ച് പോകുന്ന പുഴയാണ്. അയ്യോ അതാ വീണു മേലെ ഇങ്ങനെ വീണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, എനിക്കല്ലായിട്ട് കാണാൻ പറ്റും. എന്താ ഈ റോഡ് കാണുന്ന ചെറിയ കല്ലിതാ, ചെറിയ കല്ലുകളൊക്കെ മേലെ നിന്ന് ഇങ്ങനെ വരലാണ്. എന്താ ഇത് മേലെ നിന്ന് വരുന്നതാണ്. എന്താ ഇതൊക്കെ മേലെ നിന്ന് വരുന്ന കല്ലുകളാണ് ഇതൊക്കെ. ടെറർ ഏരിയ, ഡേഞ്ചർ ഏരിയ. പെട്ട് ഈ പാറൊക്കെ നോക്കി ഇതിങ്ങനെ വീണാ വന്നു, ഉരുണ്ടി വീണാ വന്നു കണ്ടിട്ട്. അങ്ങനെ വിഷയം ഭയങ്കര ഡേഞ്ചർ പറഞ്ഞാൽ അമ്മാതിരി ഡേഞ്ചർ. എന്താ ഇതൊക്കെ തലയ്ക്ക് പൊളിഞ്ഞാടി തീർന്ന്. എല്ലാ കണ്ടിക്കോളി, ഒന്നും നടക്കൂല. ഇപ്പോൾ എത്തുമെന്നാവോ, അതിന് മുമ്പേ തീരുമെന്നാവോ, ഒന്നും അറിയില്ല ഗൈസ്. പനിയും പിടിച്ച് ജലദോഷം പിടിച്ച് മാറിയിട്ടുമില്ല.
പനി കുറേയൊക്കെ വിട്ടുപോയത്. ഇനിയിപ്പോൾ ഇനിയും വരുമെന്നാവും, ഒന്നും അറിയില്ല. ഇവിടെ കണ്ട ഇടിഞ്ഞു വെള്ളടി കണ്ട, അവിടെ ആ ലെവൽ ഉണ്ട്. ഇവിടെ ഇടിഞ്ഞു വെള്ളടി ഗൈസ്. അവിടെ ഒരു പിക്കപ്പ് വരുന്നുണ്ട്, അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ കൽപ്പത്ത് കണ്ട, പക്ഷേ അതിലെ ഗൈസ് ലോഡ് ഉണ്ടാക്കി കയറ്റില്ല അറിയില്ല. അതിൽ കയ്യാൻ നോക്കാം. അല്ലാതെ ഇവിടെ നടക്കണത് സേഫ് അല്ല. എത്രയും പെട്ടെന്ന് മാറണം, അത്രയും നല്ലതാണ്. സാധനമുണ്ട് കിട്ടൂല. അപ്പോൾ വീണ്ടും നടക്കാം ഗായ്സ്. മൊത്തത്തിൽ സീനായിക്കണോ. കല്ല് പറഞ്ഞത് വലിയ കല്ല് വരിക, എത്ര വലുപ്പമുള്ള കല്ലൊക്കെ വരിക മേലെന്ന്. എൻ്റെ മോനെ വിഷയം പെട്ടു എപ്പോഴാ ഇതൊക്കെ പൊലിഞ്ഞാടാന്ന് അറിയില്ല. ഇത്ര വലുപ്പമുള്ള കല്ലൊന്നും നേരത്തെ ഒരു ബൈക്കിന് മുമ്പ് എടാ അയ്യോ അടച്ചുവാനേ, കാട്ടൊരു ഐഡിയ ഇല്ല ഗായ്സ്. ഒരു രക്ഷയില്ല, എപ്പോഴും പെട്ട് നിൽക്കണം നമ്മളിപ്പോൾ ഉള്ളത് വേണ്ട ഒരു ഇതിനുള്ളിലാണ്. ഇത് റെയിൻ ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ പുറത്ത് എഴുതിക്കണം. പക്ഷേ ഇവിടെ ആ പാത്രം കാര്യങ്ങളൊക്കെ വെച്ചാൽ ആരും കുക്ക് ചെയ്തതിന് അടയാളങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇവിടെ അവിടെ ഒരു ഭാരത് ബൻസ് നിർത്തിയിട്ടോ, മഴ പെയ്തപ്പോൾ കല്ലിങ്ങനെ അടിക്ക് വീകല്ല. ഒരു ഭാരത് ബൻസ് നിർത്തിയിട്ട്, എന്നിട്ട് ആ ഭാരത് ബൻസിലുള്ള ഒരു താത്തയും ഒരു കാക്കയും ഇവിടെ നിന്നു. ഇവിടെ നിന്നാണ് ഓരെന്തൊക്കെയോ കാട്ടിയത്, എന്തോ പയറിലെ പൊടി കുരു കളിയെ അങ്ങനെ എന്തൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഓല പറഞ്ഞത് മഴ നിൽക്കാതെ ഇത് കൂടെ നടക്കണം, സേഫേ അല്ല. കല്ല് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി കല്ലുകളെ വരുന്നത് കാണിച്ചരാ. കല്ല് എന്നൊക്കെ പറഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ കല്ലുകളൊക്കെ വന്നാണ്ട് നമുക്ക് കാൽമ തട്ടിയാലും മതി, പിന്നെ നടക്കാൻ പോലും കഴിയൂലേ. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കണത്. ഒരു ഒറ്റൊന്ന് വണ്ടി നിർത്തണേ കാരണം ഓല പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പിക്കപ്പിൽ മൊത്തം കാസേക്കുള്ള ലോഡുകളാണ്, അപ്പോൾ ഫുള്ളാണ്. അതുകൊണ്ട് നിർത്താനും പറ്റില്ല അവർക്ക്. അങ്ങനെ ആകെ ഈ സ്ഥലത്താകെ പെട്ട് നിൽക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നടക്കാറഞ്ഞാൽ ഇവിടെയാണ് ഇപ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഏരിയ. മുമ്പൊക്കെ നടക്കാറഞ്ഞാൽ പിന്നെയും നല്ലോണം കല്ല് വീണ ഏരിയയാണ്. ഓര് പറഞ്ഞത് ഒരു കാരണവശാലും ഇതിൽ കൂടെ നടക്കരുത് എന്നാണ് പറഞ്ഞത്. കല്ല് വീണ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം വണ്ടി കാത്തുക്കണം. ഏകദേശം 1 മണിക്കൂറോളം 1.5 മണിക്കൂറോളം ഇവിടെ നിൽക്കാൻ തുടങ്ങി. പിന്നെ ഒന്നും ആയിട്ട് ഇവിടെ അതിൻ്റെ അടിയിൽ കൂടെ ഇവിടെ ഒരു ചങ്ങായി ദാബം ഉണ്ടാക്കി വെച്ചുകൊടുക്കും. എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയില്ല. ഈ മണ്ണിടിച്ചിലുണ്ടാവും ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാവുന്ന സ്ഥലത്ത് ദാബം ഉണ്ടാക്കി വെച്ചിരിക്കണേ. എന്തൊരു ധൈര്യമാണെന്നാവോ. ഇവിടെ റെയിൻ ഷെൽട്ടർ എന്നൊക്കെ എഴുതിക്കണം. ഇതുണ്ടാവുന്ന സുഖമായി. ഇനിയിപ്പോൾ ആരും എന്താ പറയുക നിർത്തി തന്നില്ലെങ്കിൽ, വണ്ടി കിട്ടിയില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കിടന്നുറങ്ങാൻ പറ്റൂ. അല്ലെങ്കിൽ അതിന് നല്ല പറ്റിയിരുന്നു. അതിപ്പോൾ തന്നെ സമയം 5:30 കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ 7:00 ആകുമ്പോഴാണ് ഇരുട്ടാവുള്ളൂ, 7-8 മണിയൊക്കെ ആകുമ്പോൾ. അതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ മഴക്കാറൊക്കെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവും ചെയ്യും. അത് വിഷയമാണ്. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ പെട്ടു, അത്ര പറയാനുള്ളൂ. വണ്ടി ഇടിച്ചിലാണ്. അവിടുന്ന് ഇടിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇതാ വെള്ളത്തിൽ കൂടെ എല്ലാം പാടി പോവാ. അത്രേ ഉള്ളൂ ഇപ്പോൾ, അത്രേ ഉള്ളു. അയ്യോ ഡ്രൈവർ ഓടിച്ചാണ് നോക്കി. ചോറ് കിട്ടി നമുക്ക്. മൂപ്പരെന്നെ പറഞ്ഞ ഒരിക്കലും ഇന്നത്തെ ദിവസം നടന്നു പോയിരുന്നു കേട്ടോ നമ്മോട് പറഞ്ഞത്. കല്ല് വീണിട്ട് സുറുവിന് ആദ്യമായിട്ട് ലോറിന്റെ ഫ്രണ്ട് കയറിയ സന്തോഷാണ്. ഇവിടെ നോക്കുമ്പോ നമുക്ക് അത്രയും സൈഡ് ചെയ്യാത്ത പോലെ എന്റെ മോനെ വിഷയം. കേരിക്കോട് പറഞ്ഞോണ്ട് കഴിച്ചിലായി. മുടിയൊക്കെ എന്താ പറയിക്കോളും. അങ്ങനെ കഴിച്ചിലായി എന്ന് പറയാനില്ല. ഇനി കുറച്ച് എന്താ പറയാ ഭാരത് ബൻസിന്റെ യാത്ര കാണാം. ക്ലാസ് ഇതായതുകൊണ്ട് കാണാൻ പറ്റില്ല. കല്ല് പോയി നോക്കാം. കല്ലാണ് പോയടാ, വലിയ കല്ല്. നമുക്ക് ഈ സൈഡിൽ നോക്കി മനസ്സിലാവും ഇതിന്റെ ഒരു ഭീകരത. കാരണം അത്രയും എടുത്തുകൂടെ പോകണ്ടേ. നമ്മള് ഈ സൈഡിൽ നിൽക്കണവർ വിചാരിച്ചു ഇപ്പൊ പൊള്ളിയോട് വിചാരിച്ചു. അങ്ങനത്തെ സൈഡിൽ കൂടെ പോകണത്. എന്തായാലും ഇത്രയും വലിയ റൂട്ടിൽ കൂടെ ഒക്കെ ലോറി ഓടിച്ച് പോകണല്ലോ. വലിയ വണ്ടിയൊക്കെ ഹെവി വാഹനം ഓടിച്ചുകൊണ്ട് ഒരു സമ്മതിക്കാനാണ്. ഇത്രയും വലിയ റിസ്ക്കാണ് അവരെടുക്കണത് ഈ ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് പറയാൻ ആയിട്ടില്ല, കുറച്ചൊക്കെ പേടിട്ട്.
റൂട്ടാണ് അത്രക്ക് അപകടം പിടിച്ച റൂട്ടാണ്. വലിയ വലിയ കല്ലൊക്കെ റോട്ട് കടന്നിട്ട് ചെറുതൊന്നുമല്ല, അത് ഇഷ്ടംപോലെ. ലോറിക്ക് സൈഡിൽ കാണിച്ച് നിർത്തിയുടെ സ്ഥലം കണ്ട അത്രയും വരും പറഞ്ഞാൽ അത്രയും വരും. അതിനപ്പുറത്തേക്ക് ഒരു സ്ഥലം പക്ഷെ ലോറി യാത്ര നല്ല രസം കിട്ടും. ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പാട്ടൊക്കെ ആയിട്ട് ഞാൻ പോകണമെന്നല്ല. കോട്ടൊക്കെ ഇട്ടിട്ട് മറ്റേ സുമോ ഗുസ്തിക്കാരെ പോലെ ആയിക്കോ. ഓക്കെ ബൈ, ശുക്രിയ. ഇങ്ങനെ ഉണ്ടായിരുന്നു ലോറി യാത്ര. എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡ് തട്ടുപൊട്ടൊക്കെ ഇളകി. പക്ഷെ ഭാഗത്തിന് അടുത്ത് ഇവിടെ മുഴുവൻ തണുപ്പാണല്ലോ. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഗാസിയിലാണ്. ഗാസിയിൽ റൂമെടുത്ത് റൂമിൽ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ഗൈസ് ഗാസിയിലെ വ്യൂ, ഇവിടുത്തെ വ്യൂ. ഗൈസ് ഗാസിയിൽ കൂടുതൽ വിവരങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, പീസ്.